ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 1 PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു റിവേഴ്സ് ഓർഡറിലാണ് ചെയ്യുന്നത്. ഡിസംബർ 15 PSC ബുള്ളറ്റിൻ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി ഡിസംബർ 1 അങ്ങനെ നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ PSC ബുള്ളറ്റിൻ ചെയ്യുമ്പോൾ അത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് ചോദ്യം ഉത്തരം ഈ ഒരു തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതിനെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കിയതിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ഏതാ? കേരളം. അപ്പോൾ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാലോ, കേരളം കേട്ടോ. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കിയതിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളം. നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും കേരളം തന്നെ. അപ്പം കേരളത്തിൽ മികച്ച പഠന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോലി കിട്ടിയെന്നൊക്കെ വെറുതെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ദാരിദ്ര്യമൊക്കെ കുറഞ്ഞു അല്ലേ? അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുള്ള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുമ്പോഴും കേരളം. 0.71% ആണെന്നുള്ള ഓർക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കേരളത്തിലെ 2 നഗരങ്ങളാണ് കേട്ടോ. ഏതൊക്കെയാണ്? കൊച്ചിയും തിരുവനന്തപുരം. അപ്പോൾ കേരളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാലോ, കൊച്ചിയും തിരുവനന്തപുരമാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, നമ്മുടെ ഇപ്പോൾ പുതിയ ലുലു മോളൊക്കെ ഉള്ളത് കൊച്ചിയിലും തിരുവനന്തപുരത്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ തെറ്റിക്കരുത്. നീതി ആയോഗ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടിൽ രാജ്യത്തെ മികച്ച 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള കേരളത്തിലെ 2 നഗരങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയും തിരുവനന്തപുരം. അടുത്ത പോയിന്റ് നോക്കാം. നീതി ആയോഗ് പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പോൾ രാജ്യത്ത് വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം എന്തനുസരിച്ചിട്ടാണ്? നീതി ആയോഗ് പ്രഥമ നഗര സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരത്താണെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ മതി. നമ്മുടെ ഇപ്പോൾ PSCക്ക് ആണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വരുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്കാണ്. അങ്ങനെയൊക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുള്ള നഗരം തിരുവനന്തപുരം എന്നുള്ളത് ഓർക്കുക. അടുത്ത് നോക്കാം. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വീരചക്ര സമ്മാനിച്ചിട്ടുള്ളത് അഭിനന്ദൻ വർത്തമാൻ. അതിന് ഞാൻ പ്രത്യേകിച്ച് കോഡൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വീരചക്ര സമ്മാനിച്ചിട്ടുള്ള ആർക്കാണ്? അഭിനന്ദൻ വർത്തമാൻ. അടുത്ത പോയിന്റിലേക്ക് കയറാം. കേന്ദ്ര സർക്കാർ പിൻവലിച്ച വിവാദമായിട്ടുള്ള 3 കാർഷിക നിയമങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റ്സുകളും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഇപ്പോൾ നമുക്കറിയാലോ, പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു 4 ഓപ്ഷനൊക്കെ ഇട്ടിട്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കാർഷിക വിള വിപണന വാണിജ്യ നിയമം 2020. പിന്നെ ഏതാ? വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020. മൂന്നാമത്തെ പോയിന്റ്, അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020. അപ്പോൾ ഈ 3 പോയിന്റുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ആലോചിക്കുക ഏതൊക്കെയാണ്. ആദ്യം തന്നെ കാർഷിക വിള, അല്ല നമുക്ക് ആദ്യം തന്നെ വിള വേണം. അപ്പോൾ കാർഷിക വിള വിപണന വാണിജ്യ നിയമം 2020. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിള വേണം. പിന്നെ വിളയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെയൊക്കെ വില നമ്മൾ ഉറപ്പാക്കും അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ 2ാമത്തെ പോയിന്റ്. വില ഉറപ്പാക്കുന്നതിനും കാർഷിക സേവനങ്ങൾക്കുമുള്ള കാർഷിക കരാർ 2020 കേട്ടോ. അപ്പോൾ ആദ്യം വിള വേണം, പിന്നെ അതിനൊരു വിലയൊക്കെ നമ്മൾ ഉറപ്പാക്കും. പിന്നെ 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം. അപ്പോൾ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020 ആണ് 3ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ കിട്ടിയല്ലോ വിള, പിന്നെ വില ഉറപ്പാക്കുക, പിന്നെ അവശ്യ വസ്തു നിയമ ഭേദഗതി നിയമം 2020. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. US പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുള്ള ആദ്യ വനിത ആരാണ്? കമല ഹാരിസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. US പ്രസിഡന്റ് പദം അലങ്കരിച്ചിട്ടുള്ള ആദ്യ വനിത ആരാണ്? കമല ഹാരിസ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. 49ാമത്തെ എമ്മി അവാർഡ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? മികച്ച നടൻ ഡേവിഡ് ടെനാന്റും അതുപോലെ തന്നെ മികച്ച നടി ഹേലെ സ്കുരസിനും ആണ് കേട്ടോ. അപ്പോൾ ഈ 2 പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയായിരിക്കും. ഓരോ ജീവികളുടെ പേരൊക്കെയാണ്, അതായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഒന്ന് ആൻഡ് ഉണ്ട്, ഉറുമ്പുണ്ട്, അതുപോലെ തന്നെ സ്കുരസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കുരലായിട്ടൊക്കെ ആലോചിച്ചൂടെ, അണ്ണാനൊക്കെ ആയിട്ട് ആലോചിക്കാം. അപ്പോൾ ഉറുമ്പും അണ്ണാനും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഉറുമ്പൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ അമ്മേനെയൊക്കെ വിളിക്കില്ലേ, അങ്ങനെ നമുക്ക് എമ്മി ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ 49th എമ്മി അവാർഡ് കിട്ടിയിട്ടുള്ള മികച്ച നടൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ആൻഡോ ഉണ്ട്, അതായത് ഡേവിഡ് ടെനാന്റ്. മികച്ച നടി ചോദിക്കുകയാണെങ്കിൽ സ്ക്വിറൽ എന്നുള്ള രീതിയിൽ ഹേലെ സ്ക്വിറസ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ദക്ഷിണ കൊറിയൻ മുൻ സൈനിക മേധാവിയും പ്രസിഡന്റുമായിരുന്നുള്ള വ്യക്തി ആരാ? ചുൻദു ഹ്വാൻ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള ദക്ഷിണ കൊറിയൻ മുൻ സൈനിക മേധാവിയും പ്രസിഡന്റുമായിരുന്നുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചുൻദു ഹ്വാൻ. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, അതായത് നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കൊറിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊറിക്കണത് നമ്മുടെ ചുണ്ട് വെച്ചിട്ടാണെന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ചുണ്ട്, ചുന്തു
കൊറിയ, കുറിക്ക, അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയിട്ടുള്ള കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ഒമിക്രോൺ, എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊജക്ട് 75ന്റെ ഭാഗമായിട്ട് കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളിൽ 4ാമത്തെ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. INS വേല. ഇങ്ങനെയാണ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ പോയിന്റ്സുകൾ ഞാൻ എക്സ്ട്രാ കയറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാം. പ്രൊജക്ട് 75ന്റെ ഭാഗമായിട്ട് കാൽവരി ശ്രേണിയിൽ നിർമ്മിക്കുന്ന 6 മുങ്ങിക്കപ്പലുകളിൽ 4ാമത്തേത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ INS വേല, വേലയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഓർഡറിൽ തന്നെ പഠിക്കാം. ഞാൻ ചെറിയൊരു കണക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ? നമുക്കറിയാലോ 4ാമത്തെയാണ് വേല എന്ന് പറയണത്. മൊത്തം 6 മുങ്ങിക്കപ്പലുകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ കാൽവരി, പിന്നെ കണ്ടേരി, പിന്നെ കരഞ്ച്, വേല, വഗീർ, വഷീർ, ഇങ്ങനെയാണ് 6 എണ്ണം നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞു എന്ന് ആലോചിക്കുക കേട്ടോ. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി എന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 4 എണ്ണം? അത് ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി. അപ്പോൾ കൽവാരി, കണ്ടേരി, കരഞ്ച്, അതുപോലെ തന്നെ വേല, 4 എണ്ണം പഠിച്ചല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ഈ 3 എണ്ണം K ആണ്, അവസാനത്തെ 3 എണ്ണം V ആണ്. അപ്പോൾ വേല കഴിഞ്ഞിട്ട് പിന്നെ ആരെ വേലയ്ക്ക് പോയെന്ന് വെച്ചാൽ വഗീർ ആണെന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക കേട്ടോ. വഗീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് വേലയ്ക്ക് പോയെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ വക്ഷീറും ഉണ്ട്. അപ്പോൾ ബാക്കി 3 എണ്ണം V വെച്ചിട്ട് തന്നെ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ കല്ല് വാരിയിട്ട് കണ്ണിലെറിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് വേലയ്ക്ക് പോയി വഗീർ, അതിൻ്റെ ഒപ്പം തന്നെ വക്ഷീർ എന്നുള്ളതും കൂടെ ഓർക്കുക. ഓക്കെ, അപ്പോൾ 4ാമത്തെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? വേല എന്നുള്ളത് ആലോചിക്കുക. അടുത്ത് നോക്കാം. INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ അനീഷ് മാത്യു ആണ്. INS വേലയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ടുള്ള മലയാളി ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപ്റ്റൻ അനീഷ് മാത്യു. അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കാം, അതായത് വേലയ്ക്കൊക്കെ പോകണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാത്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലേ നമുക്ക് ജോലിയൊക്കെ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കുമല്ലോ. അപ്പോൾ മാത്യു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് കയറാം. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? കോഴിക്കോടാണ്. 2020 ലോകകപ്പിൽ ഏറ്റവും അധികം കാണികൾ കണ്ട 2020 മത്സരം എന്ന റെക്കോർഡ് നേടിയത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമാണ് കേട്ടോ. അപ്പം ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാനാണ് ഏറ്റവും അധികം കാണികൾ ഉണ്ടായിരുന്നതെന്നൊക്കെ ഓർക്കുക. 2020 ലോകകപ്പിൽ ഏറ്റവും അധികം കാണികൾ കണ്ട 2020 മത്സരം എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്റർപോളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രവീൺ സിൻഹയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ കേട്ടോ. ഇന്റർപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. അപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സിംഹമായിരിക്കണം എന്നൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക. പ്രവീൺ സിൻഹ കേട്ടോ. ഇന്റർപോളിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാരാണ്? പ്രവീൺ സിൻഹ എന്നുള്ളത് ഓർക്കുക. 2021 ഡിസംബറിൽ G7 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ UK ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. 2021 ഡിസംബറിൽ G7 രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം നടക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ UK ആണ്. ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധ കപ്പൽ ഏതാണ്? INS വിശാഖപട്ടണം. ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധക്കപ്പലാണ് INS വിശാഖപട്ടണം. അപ്പം ഈ നശീകരണവും കാര്യങ്ങളൊക്കെ ആദ്യം നടക്കുന്നത് പട്ടണത്തിലാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഇന്ത്യയുടെ ആദ്യ മിസൈൽ നശീകരണ ശേഷിയുള്ള യുദ്ധക്കപ്പൽ ഏതാണ്? INS വിശാഖപട്ടണം. ICC മെൻസ് ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സൗരവ് ഗാംഗുലി. ICC മെൻസ് ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സൗരവ് ഗാംഗുലി. BCCIയുടെ ചെയർമാനും സൗരവ് ഗാംഗുലി തന്നെയാണ് കേട്ടോ. 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ ആണ്, തമിഴ്നാട്ടിൽ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ. ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് തഞ്ചാവൂർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം, ഒരു തഞ്ചത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുഡ് മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുമായിരിക്കും എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടുത്തിടെ ഇന്ത്യയിലെ ആദ്യ ഫുഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തഞ്ചാവൂർ, തമിഴ്നാടു എന്നുള്ളത് ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള പീർ മുഹമ്മദ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാപ്പിളപ്പാട്ടാണ് കേട്ടോ. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള പീർ മുഹമ്മദ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാപ്പിളപ്പാട്ട് ഗായകനാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഗാനരചയിതാവ് ബിച്ചു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ B ശിവശങ്കരൻ നായർ. ഇനീഷ്യലും കൂടെ കറക്റ്റായിട്ട് പഠിക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. B ശിവശങ്കരൻ നായർ. അപ്പോൾ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ബിച്ചു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് ചോദിക്കുകയാണെങ്കിൽ B ശിവശങ്കരൻ നായർ. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ബിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് B കിട്ടിയല്ലോ. പിന്നെ തിരുമലയുടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അതായത് കൈലാസമായിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. കൈലാസത്തിലിരിക്കുന്ന ആരാണ്? ശിവൻ എന്നുള്ള രീതിയിൽ ശിവശങ്കരൻ നായർ എന്നുള്ളത് നമുക്ക് ഓർത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഗാനരചയിതാവ് ബിജു തിരുമലയുടെ ശരിയായിട്ടുള്ള പേര് B ശിവശങ്കരൻ നായർ.
അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ബിച്ചു തിരുമലയ്ക്ക് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ള വർഷങ്ങൾ ചോദിക്കുകയാണെങ്കിൽ 1981 1991 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിൻ അതേപോലെ തന്നെ PDF ആക്കിയിട്ട് വായിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അത് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.